അങ്ങനെ സിനിമയിൽ വരുന്നു, ജയറാമിൻ്റെ കൂടെ നായികയാകുന്നു. ഒരുപാട് നടന്മാർ, ഒരുപക്ഷെ മിനിസ്ക്രീനിലെ എല്ലാ താരങ്ങളും ആ സിനിമയിൽ സന്നിവേശിപ്പിച്ചു. ആ സിനിമയുടെ ചില ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിലാണ്, കൈരളി ടവേഴ്സിലാണ്, ട്രിവാൻഡ്രത്തും. സ്വാഭാവികമായിട്ടും റിമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. എന്താ കാരണം വെച്ചാൽ റിമി നേരത്തെ പല സിനിമകളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് തലയെ കാണിച്ചെങ്കിൽ പോലും ഒരു മുഴുനീള നായികയായിട്ട് വലിയൊരു ബജറ്റ് സിനിമയിൽ ആദ്യമായിട്ടാണ് കാലെടുത്ത് വെക്കുന്നത്. അതെ, പക്ഷേ എന്ത് കാര്യവും റിസ്ക് ആണ്. അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തു നോക്കുന്നു, അത്രേ ഉള്ളൂ. അയ്യോ, അത്രേ ഉള്ളൂ. ഇനി ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എനിക്ക് എന്റെ ജോലി ഇല്ലാണ്ടാവുന്നില്ലല്ലോ. പാട്ടും വായിൽ നാക്കളുള്ളടത്തോളം അവതരിപ്പിക്കുകയും ചെയ്യാം. പറഞ്ഞ പാട്ടും വായിൽ നാക്കടത്തോളം ആ നാവാണ് റിമീൻ, അല്ലെങ്കിൽ പണ്ടേ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോയി. സിനിമ പക്ഷേ റിമിക്ക് പറ്റുന്ന ഒരു പ്രൊഫഷനാണെന്ന് ആ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ റിമിയെ പോഴ്ത്താൻ വേണ്ടി പറഞ്ഞല്ല. റിമിയുടെ ആദ്യത്തെ 2-3 പുസ്തകമൊക്കെ റിമി അവിടെ റിമിക്കൊരു മോറൽ ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ചില ആൾക്കാർക്ക് പിന്നെ കൈമടക്കെല്ലാം കൂടി ചില ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ചു. പാവം ചേട്ടന്മാരെ ക്യാമറയും പിടിക്കണം, അത് കഴിഞ്ഞാൽ കൈ അടിക്കണം, പിന്നെ സെറ്റ് ടേക്ക് ആക്ഷൻ പറ്റും, പിന്നെ മാറുന്നത് കൈ അടിക്കണം. അങ്ങനെയൊക്കെ സിനിമ എത്ര രൂപ പാടി കിട്ടി പൈസ കുറച്ച് ചിലവായോ? ഞാൻ ചോദിച്ചു അവർക്ക് എന്ത് ചെലവാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പൊ സാധാരണ നമ്മുടെ ഒരു 30 മേലെയുള്ള ചേട്ടന്മാരോട് ചോദിച്ചാൽ അവർ കൊണ്ടൊരു ഡയറി മിൽക്കോ എക്ലേഴ്സോ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും. പകരം ഒരു ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തോരം ഹാപ്പി ആവും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഏത് ബ്രാൻഡാ കൊടുത്തേ റിമി? അല്ല, ഞങ്ങൾ പൈസ ആയിട്ട് കൊടുത്തു, അവരെ ഇഷ്ടമുള്ള മേടിച്ച്. പക്ഷെ അത് മേടിക്കണമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലെ ചേച്ചിമാരൊക്കെ എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ പ്രത്യേക ചേട്ടന്മാരോട് പറഞ്ഞിരുന്നു, ഒരു നേരം മാത്രം. 25 പേർക്ക് ഒരു ഫുൾ ബോട്ടിൽ കൊണ്ട് എന്തോന്നാകാനായത്? 25 പേർക്കല്ല, ഞാൻ എത്ര ഫുൾ ബോട്ടിൽ കൊടുത്തു? ഞാൻ 10,000 രൂപ കൊടുത്തത്. അതിനുള്ള കൈയ്യടി കിട്ടി? കിട്ടി, തീർച്ചയായിട്ടും. ജയറാമിന്റെ പ്രതികരണം എന്തായിരുന്നു റിമിയുടെ ഒരു സാന്നിധ്യം കൊണ്ട്? ജയറാം എത്രയോ നടികളോട് അഭിനയിച്ചിട്ടുണ്ടാവും. ജയറാമിനെ സാന്ത്വനിപ്പിച്ചു. ജയറാമേട്ട ഒന്ന് ക്ഷമിക്കണം, എന്തൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു, മുൻകൂർ ജാമ്യം എടുത്തു. തീർച്ചയായിട്ടും എനിക്ക് അറിയത്തില്ല ചേട്ടാ. ഫോട്ടോഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പബ്ലിസിറ്റിയെ കൊടുത്ത. പക്ഷെ ഇവർക്കൊക്കെ ഭയങ്കര വിശ്വാസം, ചെയ്യിപ്പിച്ചെടുക്കും, ഞങ്ങൾ ചെയ്യിപ്പിച്ചെടുത്തോളാം. പറഞ്ഞു നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മൾ എന്ത് പറയാനാ. അപ്പൊ ജയറാമേട്ടന് പ്രത്യേകിച്ച് ഫസ്റ്റ് സീൻ്റെ അകത്ത് മിസ്സസ് ജയദേവൻ എന്താ ഭ്രാന്തുണ്ടോ എന്ന് അപ്പുറത്തെ വീട്ടുകാർ വന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ജയറാമേട്ടൻ ഇവിടെ നിൽക്കുക, ഒരു വീട്ടിൽ നിൽക്കുക. അപ്പോ ഞാൻ അവരെ നോക്കി, ഭ്രാന്ത് തന്റെ ഭാര്യയ്ക്കാടോ? അത് ഏത് തരത്തിലുള്ള ഭ്രാന്താന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇതാ ഞാൻ എന്റെ ഫസ്റ്റ് ഡയലോഗ് ആ സിനിമയിലെ. 2-3 പേര് വന്നിട്ട് നിങ്ങൾ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ അല്ല അവിടെ ഇരുന്ന് ചോദിച്ചാൽ മതി. മിസ്സസ് ജയദേവൻ എന്താ ഭ്രാന്തുണ്ടോ ചോദിക്കേ? ഭ്രാന്ത് തന്റെ ഭാര്യയ്ക്കാടോ? അത് ഏത് തരത്തിലുള്ള ഭ്രാന്ത് താൻ എന്നെ കൂടെ പറയിപ്പിക്കല്ലേ? യൂത്താ അവൻ ഞെട്ടിപ്പോയി കേട്ടോ. അവന് 2-3 ദിവസത്തേക്ക് വിട്ടില്ല. രാത്രി അവൻ പേടി സ്വപ്നം കണ്ടു. അല്ല, ഈ 20-25 വയസ്സുള്ള 20 വയസ്സുള്ള ഈ പിള്ളേർക്ക് ഒരു പക്ഷെ നമ്മള് പെൺകുട്ടികളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം, ഇവര് ജീവൻ തരും ഭയങ്കരമായിട്ട്. ഇവര് വിശ്വസിച്ച് എന്ത് വേണേ പറയാം. ഇവര് നമ്മൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ മനസ്സിൽ വെക്കും. ഇവരെ നമ്മൾ യൂത്തന്മാരെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഇവര് ഭയങ്കര പാവാ. എന്ത് വിശ്വസിച്ച് പറയാം, നമുക്ക് എന്ത് ഹെൽപ്പും ചെയ്യാം. ജീവൻ കൊടുത്താൽ അവരിങ്ങോട്ട് ജീവൻ തരും. അതേപോലത്തെ ഒരു പ്രായമാണ്. റിമി എത്ര പേരുടെ ജീവൻ റിമി എടുത്തിട്ടുണ്ട്? കേക്കണ്ട, കട്ട് ചെയ്തു.